ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് രാവിലെ എല്ലാവരുടെ വിശേഷം? എല്ലാവരും സ്കൂളിൽ മക്കളെ പറഞ്ഞയക്കണ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനും നേരത്തെ എണിച്ചു കേട്ടോ. വെള്ളം പിടിക്കലും തിരുമ്പ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തോരയിടണം. പിന്നെ റിയാസ്ക കടയിൽ പോകട്ടോ, പാലും ഇതൊക്കെ മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കാൻ പോവുള്ളൂ. അപ്പോൾ എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പുറത്തത്തെ ഒരു കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു അങ്കം ഒരുക്കും. പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് കറി ഉണ്ടാക്കണ്ടേ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയും കുറച്ച് അയിലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ച് പൊരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒക്കെ ഉണ്ട്. പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈസ് കുക്കർ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ അടുപ്പ് മഴ പെയ്തപ്പോൾ അടുപ്പ് കത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ ഒരു വാറൊക്കെ വാങ്ങിയിട്ടിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാകുമ്പോൾ പിന്നെ അടുപ്പിൽ ഇതാണ്ട് മല്ലിക്കട്ടുണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ചോറിന് തന്നെ അടുപ്പ് തീരെ കത്തിക്കാൻ പറ്റണില്ല. പിന്നെ അവൾക്ക് ഇഷ്ടം ഉള്ളിവാട്ടി കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ട്, ഉള്ളിവാട്ടി കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മുടെ ചിക്കൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ആക്കി ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. നല്ല വെക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിന്. ഇത് മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എണിക്കണില്ല ഗൈസ്, എണിച്ച് ഉറക്കത്തിലാണ് ഗൈസ്. ഡീ സ്കൂളിൽ പോകണ്ട എനിക്ക്. എന്താണിത്? എണി തണുപ്പാണെന്ന് പറഞ്ഞ് സുഖമായി കിടക്കണില്ല കള്ളത്തി. എനിക്ക് അപ്പോൾ കുട്ടികൾക്കുള്ള ചുടുവെള്ളം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി റിയസ്ക്ക് മാവ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ കണ്ടില്ലേ, എണിക്കാൻ ഭയങ്കര മടിയില്ലേ. രാവിലെ ആ ഒരു തണുപ്പാകുമ്പോൾ അവർക്ക് മൂടിപ്പോയിച്ച് കിടക്കാൻ നല്ല സുഖമായിരിക്കും. അവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലല്ലോ കിടക്കാൻ. അപ്പോൾ ഞാൻ കുറേ വിളിച്ചു കൂട്ടാ കുട്ടീനെ റഹീസിനെയൊക്കെ. പിന്നെ ഫാത്തിമക്കുട്ടി പനിയായ തന്നെ ഇന്ന് വിടണില്ല അവളുടെ ക്ഷീണമൊക്കെ ഒന്ന് നല്ല മാറട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പാലൊന്ന് കാച്ചി ചായ വെക്കണം. പിന്നെ ദോശ ഉണ്ടാക്കുക കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആരും എണിക്കണില്ല കേട്ടോ. അപ്പം ഇനി റിൻഷിമോൾക്ക് മനസ്സോടെ എണിച്ചൊന്ന് കുളിച്ചൊക്കെ റെഡിയായിട്ട് വരും. പിന്നെ വന്ന ശേഷം കഴിക്കാനും അപ്പം കുട്ടിക്കും സ്നാക്സും കൊടുത്തു വിടണം. അപ്പം ഇന്നലെ ഞാൻ ചപ്പാത്തിയും പഞ്ചസാരയും ഇട്ട് കൊടുത്തു വിട്ടു. അപ്പം ഇന്ന് ബിസ്ക്കറ്റും മുട്ടായൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക്കാക്ക് 2 അപ്പം കൊടുക്കുക. റിയാസ്ക്ക കടയിൽ പോയി വന്നിട്ട് പിന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കുക. അപ്പം എന്നെ തള്ളി വിട്ടിട്ട് വരിക കേട്ടോ, വേഗം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടത് അറിഞ്ഞത് മൂപ്പര് പ്ലേറ്റ് മാറ്റി. അപ്പോൾ അങ്ങനെ ദോശ റിയാസ്ക്ക വന്നിട്ട് കഴിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിട്ടാണ്. അപ്പം ഞാൻ കുട്ടികൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. ദോശയും പിന്നെ ഉള്ളിവാട്ടിയൊക്കെ ഉണ്ടല്ലോ, അവൾക്കൊക്കെ പിന്നെ അത് കിട്ടിയാൽ മതി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റിയാസ്ക്കാക്ക് മാത്രം തന്നെ ചട്നി ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് മീൻ കറി ഉള്ളതുകൊണ്ട് മീൻ കറി മതി എന്ന് പറഞ്ഞു. പിന്നെ അയില മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടായിരിക്കണം. അപ്പം ഇന്ന് കറിയൊന്നും ഉച്ചക്ക് വെക്കണില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, അങ്ങനെയൊക്കെ പോട്ടെ അല്ലേ. അപ്പോൾ ഒരടുപ്പിൽ ചായയും ദോശ കുറച്ച് ചുട്ടിട്ട് ഞാൻ ഓഫാക്കി. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള ഉള്ളിവാട്ടിയൊക്കെ ബോക്സിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കും. അതൊന്നും അതിൻ്റെ അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും അവൾക്ക് ഇതൊന്ന് കിട്ടിയാൽ മതി. ഇത് നല്ല ടേസ്റ്റ് ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉപ്പേരിയും ഒക്കെ വെച്ചു. അപ്പോൾ ഈ കുട്ടികളൊന്നും കഴിക്കില്ല, ഒരു പയറോ ഒന്നും കഴിക്കില്ല കേട്ടോ. അതാണ് ആകെയുള്ള ഒരു ഇത്. അവർക്ക് പറ്റിയത് ഒന്നോ അത് മാത്രമേ കഴിക്കുള്ളൂ. എന്ത് വെച്ച് കൊടുത്താലും ഒരു കടലപ്പേരി വെച്ച് കൊടുത്താൽ കഴിക്കൂല, ചെറുപയർ വെച്ച് കൊടുത്താൽ കഴിക്കൂല. റിയാസ്ക്കാനെ പോലെ തന്നെ പറ്റിയതേ കഴിക്കുള്ളൂ. പിന്നെ റിയാസ്ക്കാക്ക് പിന്നെ പൊരിച്ചത് ഇങ്ങനെ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുക്കുക, അതൊക്കെ പിന്നെ അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് ആകെ പരിപ്പ് കറി, ഉള്ളിവാട്ടി ഇങ്ങനെയൊക്കെ. പിന്നെ മീൻ എപ്പോഴെങ്കിലും ഇറച്ചി, പിന്നെ കോഴി കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ തന്നെ വാങ്ങുള്ളൂ. പാത്തക്കുട്ടിക്ക് പെൻഷൻ കിട്ടുന്ന സമയത്തൊക്കെ ആൾക്ക് കോഴിയൊക്കെ കറി വെച്ച് കൊടുക്കും കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ അതും വെച്ച് കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ രാവിലെ എണിച്ചു തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. രാവിലത്തെ പണിയൊക്കെ ഒന്ന് ആയപ്പോൾ ഞാനും ഇരുന്ന് 2 ബിസ്ക്കറ്റും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചായക്ക് 2 ബിസ്ക്കറ്റ് കിട്ടണം കേട്ടോ, അപ്പമൊക്കെ പിന്നെയും കഴിക്കുള്ളൂ. പിന്നെ ഷുഗറിൻ്റെ ഗുളികയൊക്കെ തിന്നിട്ട് മെല്ലെ അപ്പം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവളിതാ പോകാൻ
കഴിച്ച് യൂണിഫോമൊക്കെ ഇട്ട് കുളിച്ച് വന്ന് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളുടെ ചോറും ഇതൊക്കെ ആക്കി. അവളൊരു 8:45 പോകും കേട്ടോ. 8:30 പോവും. റിയാസ്ക്ക് 8:30 വരും. പിന്നെ അപ്പത്തിനൊക്കെ റെഡി ആവണമല്ലോ. അപ്പം ഞാൻ ചോറും രാവിലെ 5 മണിക്ക് തിളപ്പിച്ച് ഇറക്കി വെക്കും റൈസ് കുക്കറിൽ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഒക്കെ കൊണ്ട് ഇറക്കി വെച്ചാൽ പിന്നെ അത് ഒരു 7 മണിയാകുമ്പത്തിന് ആവുമല്ലോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ റജിക്കുട്ടിൻ്റെ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് 2 ജോഡി യൂണിഫോം തന്നിട്ടുണ്ട്. ഒന്ന് അലയ്ക്കുമ്പോൾ ഒന്ന് ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് മടിയൊന്നുമില്ല കേട്ടോ. അവൾ നല്ല ഇതിൽ പോകുന്നുണ്ട്. അംഗനവാടി പോയി ഇതുള്ളതുകൊണ്ട് അവൾക്ക് ഒരു ഉഷാറ് കുറവൊന്നുമില്ല, അങ്ങനെ പോകും. വയ്യായൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ റഹീസ് കുട്ടിക്ക് ഇന്ന് ഭയങ്കര മടിയായിക്കണം പോകാൻ. അവനിക്ക് രാവിലെ എണീച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ റിൻഷിമോൾ പോയി കേട്ടോ. അപ്പോഴത്തേനും റിയാസ്ക്ക് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ, അവളെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ. അപ്പോൾ റഹീസ് കരഞ്ഞ് സോപ്പിട്ട് ആൾ ഇതൊന്നായി. പിന്നെ നമ്മുടെ റജിക്കുട്ടിൻ്റെ മുടി ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ കെട്ടുകയാണ്. പിന്നെ ഉമ്മ മണ്ണാർക്കാട് കേട്ടോ, പോയിട്ട് കുറേ ആയി. ഇപ്പാക്ക് വയ്യാത്ത കാരണം അവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്, മരുന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഒന്ന് ഫ്രഷാക്കി വിടണം. അപ്പോൾ പിന്നെയൊക്കെ വിട്ട ശേഷം ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നേരത്തെ പോണ ആൾക്കാരാണല്ലോ. അപ്പോൾ അവൾ മരുന്നും ചായ കുടിച്ചിട്ട് കണിയെ കടന്നുറങ്ങുക കേട്ടോ. ഇനി ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഒന്ന് എണിച്ചിരിക്കുകയുള്ളൂ. പിന്നെ അത് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ അലങ്കോലയൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി എനിക്കൊന്തെങ്കിലും കഴിച്ചിട്ട് വേണം അടക്കം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ. അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് പിന്നെ തുടച്ചാലും വൃത്തിയായി കിടക്കൂട്ടാം. വെള്ളം പോയി അങ്ങനെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ അവൾക്ക് ഐലൈനർ കൊണ്ട് പിരിയൊന്ന് വരച്ചു കൊടുത്താൽ കേട്ടോ. അവൾക്ക് വരക്കാനൊന്നും അയക്കൂല, എന്നാലും ഇപ്പോൾ സ്കൂളിൽ പോണ കാരണം എന്തോ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളിനെ റെഡിയാക്കി ഞാൻ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ അവൾ. പിന്നെ അവർ രണ്ടാളും, പിന്നെ അവൻ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കും. ഇവൾ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ വാരി കൊടുത്താൽ കേട്ടോ. അങ്ങനെ അവരിനെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരേ പേപ്പറിൻ്റെ മണ്ണാണ് കേട്ടോ ഹാളിലൊക്കെ ഇങ്ങനെ ചവിട്ടി കയറിയിട്ട് കുട്ടികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ച് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി തുണികളുണ്ട് കേട്ടോ, തോരട്ടിട്ടില്ല, അത് മറന്നിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വേണം ഒന്ന് ഇടാൻ. പിന്നെ ഇവിടെയും അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ ഇത് പഴയ ചൗക്കാള കേട്ടോ, അപ്പോൾ അതൊന്ന് തിരുമ്പണം. അപ്പം ഞാൻ നല്ല മഴ പെയ്തപ്പോൾ വെള്ളം കുട്ടികൾക്ക് തണുപ്പ് കയറണ്ടാവിട്ട് അങ്ങനെ ഇട്ടതാട്ടോ. പിന്നെ അത് നല്ല വെയിൽ വരുമ്പോൾ വേണം അലക്കിയിടാൻ. മെഷീനിൽ തന്നെ ഇടേണ്ടി വരും, നമുക്ക് തൂക്കാനൊന്നും സഹായിക്കൂല, കാരണം വെള്ളമായാൽ നല്ല വെയിറ്റാണ്. പിന്നെ നമ്മുടെ ഹാളിൽ ചോരുന്നത് കൊണ്ട് തന്നെ നല്ല എപ്പോഴും വെള്ളമായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ തുണി അവിടെ ഇട്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ അടുക്കൽ കഴിഞ്ഞ് ഇനി അവിടെ ഒന്നും കൂടി അവിടെ കുപ്പൻ്റെ കുപ്പയെന്ന് കേട്ടോ. കുട്ടികളിങ്ങനെ കടലാസ് ഇങ്ങനെ, പിന്നെ കുട്ടികളുള്ള വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും എത്ര വൃത്തിയാക്കിയാലും വൃത്തിയായിട്ടിരിക്കില്ല, ഓരോന്ന് വലിച്ചിട്ടിട്ടും പിച്ചിട്ടിട്ടും ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഇവിടെ കുപ്പ പിന്നെ നമ്മൾ ഇവിടെ ഇടാനും പറ്റില്ല കേട്ടോ. നമ്മൾ കുപ്പ എടുക്കാൻ ആൾ വരും, അവർക്ക് മാസം 100 വേറെ കൊടുക്കണം. നമ്മൾ ഈ കവറ് പേപ്പറൊക്കെ നമ്മൾ വേർതിരിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ മാസത്തിലൊരിക്കൽ പൈസക്ക് വരും. പിന്നെ ആഴ്ചയിൽ 4 ദിവസം വന്ന് വേസ്റ്റ് എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മളിതൊക്കെ ഞാൻ നനയാണ്ടൊക്കെ ഒരു കവറിലാക്കി കൂട്ടാം. പിന്നെ സെപ്പറേറ്റ് നമുക്ക് 100 രൂപ അതിന് കൊടുക്കണം. പിന്നെ നമ്മുടെ സ്നഗ്ഗി അങ്ങനെ മറ്റുള്ള വിസ്പർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ 50 കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഓർഡർ. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ പാത്തേക്ക് ഇത്തിരി ചൂടുണ്ട് കേട്ടോ. മേലൊക്കെ കുറച്ച് ചൂടുണ്ട്, അത്ര ഇല്ലെങ്കിലും ലേശം ചൂടുണ്ട്. ഞാൻ നനച്ച് തുടച്ച് മേലിലൊക്കെ കൊടുത്ത് അല്ലേ, ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് വിടാവുന്നിട്ടാണ് കേട്ടോ. പിന്നെ എന്നോട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ നമ്പർ തന്നു, ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തായിട്ടോ. പിന്നെ ഇതാട്ടോ നമ്മൾ അവിടുത്തെ കാർഡ് എന്ന് പറയുന്നത്, ഇതാട്ടോ ഹോസ്പിറ്റലത്തെ. അത് കുട്ടി ഹായ് പറ, കുട്ടികൾക്ക് ഹായ് പറ, സലാം പറ, ഹായ്. ഇതാട്ടോ ഇട്ടത് ശരിയായിട്ടില്ല. ഇത് റജിവാൻ്റെ കേട്ടോ, ഫാത്തിമാൻ്റെ അല്ല. അവൾക്കും അവിടെ റജിക്കുട്ടിക്കും ഹാർട്ടിലൊരു ഹോൾ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ കാണിച്ചതായിരുന്നു കേട്ടോ. റജിവാനെ അവിടെ കാണിച്ചിട്ടുണ്ട്, റഹീസിനെ അവിടെ കാണിച്ചിട്ടുണ്ട്, എനിക്കും കാണിച്ചിട്ടുണ്ട്.
എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം നല്ലൊരു ഇതെനിക്ക് ഈ ഡോക്ടറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് വേറൊരു ടീച്ചറായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെ തെരുവിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടീച്ചറുണ്ട് തൊട്ട് അയൽവക്കത്ത്. അപ്പം എല്ലാം കൊണ്ട് ഹെൽപ്പാണ് കേട്ടോ എനിക്ക് ആ ടീച്ചർ. എന്നെ തളർന്നു നിന്ന് എന്നെ താങ്ങി നിർത്തിയതും കൂടി ആ ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർക്കും ഒരുപാട് എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാട്ടോ ആ ടീച്ചർ കാരണമാണ് ഇവളിങ്ങനെ ആവാൻ കാരണം. അവരാണ് എനിക്ക് ആ ഡോക്ടറിനെ പരിചയപ്പെടുത്തി തന്നത്. അതുവരെ എനിക്കറിയില്ല. ഫിക്സ് വരും എടുത്ത് കൊണ്ടുപോകും, അത് ഏത് സമയത്തൊന്നുമില്ല. നട്ടപ്പാതിരക്ക് ഇപ്പോൾ റിയാസ്ക്ക് ഇമ്മി ആരും ഉണ്ടാവില്ല വീട്ടിൽ, ഞാൻ മാത്രമായിരിക്കും. അപ്പം ഞാനേ എടുത്ത് ഓട്ടം ഇവിടെ എടുത്തിട്ട് ഓടുന്ന കണ്ടിട്ട് ആൾക്കാരേക്ക് എന്താ മോളങ്ങനെ ഓടുന്ന കുട്ടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വഴിയിൽ നിന്ന് കാറ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അങ്ങനെ ഓരോന്നിലും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കാറിലും പോയിട്ടുണ്ട്. വെള്ളമായിട്ട് പോകുന്നുണ്ട്, ആരോ കാറിൽ കയറ്റി കൊണ്ടുപോകും, എന്നെ അവിടെ കൊണ്ട് ഇറക്കി തരും. അതുപോലെ ഓട്ടോറിക്ഷ, സ്കൂട്ടർ, അങ്ങനെ എല്ലാ വണ്ടിയിലും ഞാൻ വെള്ളമായിട്ട് പാഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ, ഇത് റെജ്വാൻ്റെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ കേട്ടോ അമൃത ഹോമിയോ മെഡിക്കൽ സെൻറ്റർ പറഞ്ഞിട്ട് നമ്പറും അതിൻ്റെ ബുക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഇതാണ് ഈ ഒരു നമ്മളവിടെ ബുക്കിംഗ് ആകുമ്പോൾ ഈ ഒരു അട്ടയാണ് നമുക്ക് തരിക. ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. സമയമൊക്കെ ഉണ്ടാവും. 10 മണി മുതൽ 1 മണി വരെ, 4 മണി മുതൽ 7 മണി വരെ. സൺഡേ ഉണ്ടാവില്ല കേട്ടോ, സൺഡേ ഹോളിഡേ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിലാണ്. അപ്പോൾ ഇവർക്ക് 3 ആൾക്കും ഉണ്ട് കേട്ടോ ഈ കാർഡ്, ഇവൾക്കും ഉണ്ട്. ഇതിപ്പോൾ റെജ് കുട്ടിക്ക് കാണിച്ചതായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് മറ്റുള്ള എല്ലാത്തിനും അവർ അവിടെ നോക്കൂട്ടാ. നമ്മുടെ തൈറോയ്ഡ് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ. ഫീസ് തന്നെ ഡോക്ടർ ഫീസില്ല, മരുന്നിനാണ് ഫീസ്. അപ്പോൾ 2 ആഴ്ചക്ക് 1 മാസത്തിന് അങ്ങനെയൊക്കെ ഉള്ള ഇതാട്ടോ ഫീസാട്ടോ അവിടെ. ഞാൻ ഇവിടെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ. നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഞാൻ അവിടെ വരുന്നതിനെ കൂടെ ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ നമുക്ക് ചാനലുണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം പെരുന്നാളിൻ്റെ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു താത്ത എനിക്ക് 500 രൂപ തന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ പൈസ വെള്ളം കണ്ടിട്ട് നമ്മളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താത്തയൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഞാൻ ആരും മറന്നിട്ടില്ല. ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കൂല. എത്ര ഇതായാലും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കൂല കേട്ടോ. അപ്പോൾ എനിക്ക് ആ താത്ത കാരണം കൊണ്ടാണ്, ആ ടീച്ചർ കാരണം കൊണ്ടാണ് ഇവളിങ്ങനെ ഈ ഡോക്ടറിനെ പരിചയപ്പെടാനും. ഞാൻ എന്നിട്ട് ഇങ്ങനെ വയ്യ ആരെയും കുട്ടികളുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. ഇതുപോലെ ഹോസ്പിറ്റലിൽ സാറുണ്ട്. അപ്പോൾ സാറിൻ്റെ പേര് നന്ദകുമാർ എന്നാണ് കേട്ടോ. ഡോക്ടർ KP നന്ദകുമാർ എന്നാണ്. BHMS MD ഹോമിയോ. നല്ലൊരു ഡോക്ടർ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞ ആൾ പോയി ഒന്ന് കണ്ടു നോക്കുക, കണ്ട് വിവരങ്ങളൊക്കെ അവനോട് പറയുക. സാറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സാറ് ചെയ്തിരിക്കും. അങ്ങനെയുള്ളൊരു സാറാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വെള്ളം ഇങ്ങനെ ആയി കിട്ടിയത് തന്നെ എന്താ പറയുക അല്ലേ പാത്തിക്കുട്ടി? പാത്തിക്കുട്ടി ഹായ് പറയും. എൻ്റെ കുട്ടിക്ക് ഓടാനും നടക്കാനൊക്കെ തുടങ്ങി. എല്ലാം വഴുകിയിട്ടാട്ടോ അവൾ ചെയ്തത്. അപ്പോൾ അതുപോലെ സംസാരം വഴുകിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തുടർന്ന് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇവൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളെല്ലാവരും നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രാവിലത്തെ നിങ്ങൾ കണ്ടില്ലേ തിരക്കും പണിയും കാര്യങ്ങളും. 10:30 ആകുമ്പോൾ നമ്മുടെ എല്ലാ അടുക്കള പണിയും കഴിഞ്ഞു. ഇനി ഇത്തിരി നേരം ഒന്ന് കിടക്കണം. എനിക്ക് തീരെ ഉറക്കമില്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം വെയ്യൊക്കെ ഉണ്ട്. എനിക്കും വെയ്യ, ഉറക്കം ഒഴിച്ച് നേരത്തെ എണീക്കണ തന്നെ ഉറക്കം കുറവാണ്. പിന്നെ രാത്രിയും അത്ര ഉറക്കമൊന്നുമില്ല. ഇവൾ ഉറങ്ങിയാൽ ഇവൾക്ക് പനിയായ കാരണം തുടച്ചിട്ടും പിടിച്ചിട്ടും ഇങ്ങനെ ഉറക്കമൊക്കെ കുറവായിട്ടായിരിക്കും. ഇല്ല പാത്തുവിന് വയ്യാണ്ടായ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവളൊന്ന് അടിപൊളിയായാലാണ് എനിക്കൊരു ഉഷാറ് വരും. എൻ്റെ പാത്തുക്കുട്ടിക്ക് വയ്യാതെ അവളുടെ അത്താക്കും ഉഷാറുണ്ടാവില്ല കേട്ടോ. അവളുടെ അത്താക്കും അവൾ പറഞ്ഞ ജീവനാണ്. വീഡിയോയിൽ നിൽക്കണില്ല എന്നേ ഉള്ളൂ കേട്ടോ. റിയാസ്ക്ക് വീഡിയോയിൽ നിൽക്കും. ഒരു സമയം വണ്ടിൻ്റെ അടവൊക്കെ കഴിയട്ടെ എന്നിട്ട് വീഡിയോയിൽ നിൽക്കാന്നാണ് എനിക്കിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓട്ടത്തിൽ തിരക്കിലൊക്കെയാണ്. അതുകൊണ്ട് ഒന്നും ഇല്ലാണ്ട് പഠിച്ചാൽ നിങ്ങളും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാലേ പാത്തുക്കുട്ടി ഹായ് പറ. ഹായ് കൂട്ടുകാരെ പറ. ഹായ് പറ. എണിച്ചിരിക്കും. ഉഷാറില്ല അവൾക്ക് വയ്യാത്ത കാരണം, പനിക്കണ കാരണം. ഹായ് പറ. ഇങ്ങോട്ട് നോക്ക്. ഹായ് കൂട്ടുകാരെ പറ. പാത്തുകുട്ടി എത്ര ആളെ പാത്തു വിളിക്കും? ഫാത്തിമ അല്ലേ? ഫാത്തിമ കുട്ടി പേര് പറഞ്ഞു കൊടുക്കുക. എന്താ പേര് പറഞ്ഞു കൊടുക്കുക? എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. പറഞ്ഞു കൊടുക്ക്. ഫാത്തിമ പറ. പറയാണ്ട് നിന്നെ വിടൂലേ? പറ ഫാത്തിമ. എന്താ ബലം എന്നറിയോ? നമ്മളൊക്കെ തള്ളി വിടും. പിടിച്ചാൽ വലിച്ചാൽ വരികയില്ല. ഫാത്തിമ
ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചു തരും സ്കൂളിൽ പോയാൽ? എക്സസൈസ് ഒക്കെ എടുത്തു തരുമോ? പാട്ടൊക്കെ പഠിത്തരുമോ ടീച്ചർ? പാട്ടൊക്കെ പഠിത്തരുമോ? പാട്ട് പഠിത്തരുമോ? പറ. അവൾക്കിങ്ങനെ വണ്ടിയിൽ പോകാൻ, പുറത്തൊക്കെ പോകാൻ, യാത്ര, പാർക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അക്ഷറിയാസ്ക്ക്. അപ്പോൾ ഒഴിവില്ല കൊണ്ടുപോകാൻ. ഇപ്പോൾ തീരെ ഒഴിവുണ്ടാവില്ല കേട്ടോ എവിടെ പോകാൻ, സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പം ഇന്നത്തിരി വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഇതുണ്ട് കാണാൻ. മഴ പെയ്യുമ്പോഴാണ് ഒരു ഇടങ്ങേറ്, പിന്നെ മഴയും വേണമല്ലോ നമുക്ക്. അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അല്ലേ. എൻ്റെ പാത്തുവിൻ്റെയും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാവറ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ ലൈക്ക് ചെയ്യുക. പറ, നീ പറഞ്ഞാലേ അവർ ലൈക്ക് ഇട്ട് തരുള്ളൂ. പറ ലൈക്ക് ഇടാൻ പറ. ലൈക്ക് ഇവിടെ നോക്ക്, വീഡിയോയിൽ നോക്ക്. ലാലോട്ടിക്ക ടാറ്റാ ബായ് പറ. നീ ഒറ്റക്ക് ടാറ്റ പറ. നമുക്ക് വീഡിയോ വൈൻഡപ്പാക്കാം. ടാറ്റ പറ. ഫോണിൽ നോക്കി ടാറ്റ പറ. നോക്ക്, അവിടെ നോക്ക്. ടാറ്റ. അതാ നിന്നെ വിളിക്കുന്നത്. ടാറ്റ പറ. ടാറ്റ പറ. ഇങ്ങനെയല്ല. ബായ്, സി യു പറ. ഇനി അമ്മമ്മക്ക് തിന്നിട്ട് ഒന്നും ഇങ്ങനെ ഉറങ്ങൂലേ? അമ്മക്ക് ഒത്തിരി ഉറങ്ങണം അല്ലേ? ഇതിനും ലോഹർ നിസ്കരിക്കാനാവും. പറ. അപ്പോൾ കൂട്ടുകാരി ടാറ്റ. എൻ്റെ പാത്തിക്കുട്ടി ടാറ്റ ബായ്, സി യു. ഞങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ പോവില്ലേ കുളിച്ചിട്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും എല്ലാവർക്കും.